ശ്രീജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, അൻവർ ഉയർത്തുന്ന വെല്ലുവിളി, അൻവറുടെ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ ഏത് മുന്നണിയാണ് ബാധിക്കാൻ പോകുന്നത് എന്നത് ഒരു രാഷ്ട്രീയ ആകാംക്ഷയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നിലുണ്ട്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. എം സ്വരാജിനോട് നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതൊരു ചതുഷ്കോണ മത്സരമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ എത്ര കോണുണ്ട് എന്നത് പറയാറായിട്ടില്ല. കാരണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും ഒക്കെയുള്ള സമയം ഇനിയും ഉണ്ടല്ലോ. ഏതായാലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കും എന്ന് മാത്രമായിരുന്നു പ്രതികരണം. എന്താണ് ശ്രീജിത്ത്, എങ്ങനെ വിലയിരുത്താം അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ? അല്പസമയത്തിനകം അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണല്ലോ. പി.വി. അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം, പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികളെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കേണ്ടത്. എന്നാൽ അൻവറിന്റെ ഈ ചാഞ്ചാട്ട രാഷ്ട്രീയ നിലപാടുകൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസ്യത ചോർത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇരു മുന്നണികളുടെയും വോട്ട് സമാഹരിക്കാൻ സ്ഥാനാർത്ഥിയാണെങ്കിലും അത് എത്ര കണ്ട് നേടാൻ കഴിയുമെന്ന കാര്യം കാത്തിരുന്നു തന്നെ കാണണം. എന്തായാലും ഭരണവിരുദ്ധ വികാരത്തെ ഉത്തേജിപ്പിക്കുക എന്ന ദൌത്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായി പി.വി. അൻവർ പ്രകടിപ്പിക്കുന്നത്. ആ ദൌത്യമാണ് നിറവേറ്റുന്നത്. എന്നാൽ പിണറായി വിജയൻ എന്നെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടം പിണറായി അവസാനിപ്പിക്കുക എന്നതായിരുന്നു അൻവറിന്റെ മുദ്രാവാക്യം. ഇപ്പോൾ അദ്ദേഹം നാടകീയമായി യുഡിഎഫിനെ കൂടി എതിരായിരിക്കുന്നു. സതീശിസം, പറവൂറിസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം അതിനും എതിരായിരിക്കുന്നു. അപ്പോൾ രണ്ട് ഇടത് വലത് ഈ ഘട്ടത്തിൽ എന്തായിരിക്കും പി.വി. അൻവറിന്റെ മത്സരം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഫലമെന്ന് കാത്തിരുന്നത് കാണാൻ ഇപ്പോൾ അൻവർ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെ തൃണമൂലിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ വാഹനസുഖം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ താലൂക്ക് ഓഫീസിലേക്ക് പുറപ്പെടും. ഇപ്പോൾ തുറന്ന വാഹനത്തിലേക്ക് പി.വി. അൻവർ പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ വലിയ തോതിലുള്ള ആവേശം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ കാണാം. എന്നാൽ ഈ പ്രവർത്തകരുടെ ആവേശം എത്ര കണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് തന്നെയാണ് അറിയാനുള്ളത്. ഇപ്പോൾ പി.വി. അൻവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. വലിയ തോതിൽ പ്രവർത്തകരുടെ തിക്കും തിരക്കും ഇവിടെ കാണാം. എന്തായാലും ഈ ഘട്ടത്തിൽ പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക പകരുന്നതാണ്. വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടം നൽകുമെന്നാണ് കോൺഗ്രസിന്റെ ആശങ്ക. ഒപ്പം തന്നെ ഈ ഭരണത്തിനെതിരായ പ്രചരണം ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അണികളെയും സ്വാധീനിക്കുമെന്ന ആശങ്ക ഇടതുപക്ഷത്തിനുമുണ്ട്. പി.വി. അൻവർ ഇപ്പോൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് തൃണമൂൽ പ്രവർത്തകർ അകമ്പടി സേവിക്കുന്ന പ്രകടനം തുടങ്ങാൻ പോകുന്നത്. അൻവർ തുറന്ന ജീപ്പിൽ കയറിയിട്ടുണ്ട്. 3 ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള 3 പേരായിരിക്കും തന്നോടൊപ്പം ഉണ്ടാവുക എന്നതാണ് അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്.